BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജ്വല്ലറി അറേബ്യ 2024 അന്താരാഷ്ട്ര ജ്വല്ലറി പ്രദർശനത്തിന് ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ തുടക്കമായി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെന്റ് അറേബ്യ പ്രദർശനവും ഇതോടൊപ്പം ആരംഭിച്ചു. വൻ ജനാവലിയെയാണ് പ്രദർശന നഗരിയിൽ പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ബഹ്റൈൻ എയർപോർട്ടിലെ ചെക്ക് ഇൻ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയ അധികൃതർ. ഇതുവരെ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷമായിരുന്നു ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തേണ്ടത് എങ്കിൽ ഇനി മുതൽ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പാസ്പോർട്ട് നൽകുമ്പോൾ തന്നെ യാത്രാവിലക്കടക്കമുള്ള പ്രശ്നങ്ങൾ വ്യക്തമാകും. ഇമിഗ്രേഷനുമായി ഈ കൗണ്ടർ ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി പിഴ അടച്ച ശേഷം വീണ്ടും വിമാന കമ്പനിയുടെ കൗണ്ടറിലെത്തി ബോർഡിംഗ് പാസ് വാങ്ങാവുന്നതാണ്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ നിശ്ചിത സമയം കഴിഞ്ഞാൽ വിമാന കമ്പനിയുടെ കൗണ്ടർ അടയ്ക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ബോർഡിംഗ് പാസ് കിട്ടാതെ യാത്ര മുടങ്ങിയേക്കാം. ഇതുവരെ ബോർഡിംഗ് പാസ് ആദ്യം ലഭിക്കുന്നതുകൊണ്ട് ഇമിഗ്രേഷനിൽ വൈകിയാലും യാത്ര മുടങ്ങില്ലായിരുന്നു. നടപടിക്രമങ്ങളിൽ ഈ മാറ്റം വന്നിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ എയർപോർട്ടിലെത്താൻ ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് മുൻപ് എന്തെങ്കിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടായെന്ന് നേരത്തെ തന്നെ പരിശോധിക്കുകയും വേണം. പുതിയ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി, ഫോൺ, മറ്റ് സർക്കാർ ഫീസുകൾ അടക്കം യൂട്ടിലിറ്റി ബില്ലുകൾ കുടിശ്ശികയുണ്ടെങ്കിൽ എയർപോർട്ടിൽ തടഞ്ഞുവെക്കാനും സാധ്യത ഏറെയുണ്ട്. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കോൺസുലാർ പരാതികളിൽ പരിഹാരം കാണുന്നതിനുള്ള ഓപ്പൺ ഹൗസ് നവംബർ 29 വെള്ളിയാഴ്ചയാണ് നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കുന്ന ഓപ്പൺ ഹൗസിൽ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബിന് പുറമെ കോൺസുലാർ ടീമും അഭിഭാഷക പാനലും പങ്കെടുക്കും. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ പുതിയതായി നിർമ്മിച്ച ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. അറബ് ബാഡ്മിന്റൺ ഫെഡറേഷൻ പ്രസിഡന്റും ബഹ്റൈൻ ബാഡ്മിന്റൺ സ്ക്വാഷ് ഫെഡറേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ സ്വാസൻ ഹാജി തക്കോവിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. BFC മാർക്കറ്റിംഗ് ഹെഡ് അരുൺ വിശ്വനാഥൻ, ഫാദർ ജേക്കബ് കല്ലുവിള എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു. കോർ ഗ്രൂപ്പ് ചെയർമാൻ അരുൾദാസ് തോമസ്, മുൻ പ്രസിഡന്റും BKS ജനറൽ സെക്രട്ടറിയുമായ വർഗീസ് കാരക്കൽ, സ്പോർട്സ് സെക്രട്ടറി ജിയോ ജോയ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദി പറഞ്ഞു. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് അസോസിയേഷൻ പ്രതിനിധികളായ അഹമ്മദ് ജലാൽ, ഷാനിൽ അബ്ദുൾ റഹീം, ലോഞ്ച് സെക്രട്ടറി ജീൻസ് ജോസഫ്, KCA സ്പോൺസർഷിപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ, മുൻ പ്രസിഡന്റുമാരായിരുന്ന റോയ്സി ആന്റണി, നിതിൻ തോമസ്, വോയിസ് ഓഫ് ട്രിവാൻഡ്രം അസോസിയേഷൻ പ്രസിഡന്റ് സിബി, വേൾഡ് മലയാളി കൗൺസിൽ ട്രഷറർ ബാബു തങ്കളത്തിൽ, ഇബ്രാഹിം ജനാഹി, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷൈനി നിതിൻ, ജനറൽ സെക്രട്ടറി സിമി അശോക് എന്നിവരും KCA ലേഡീസ് വിംഗ് അംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. ബഹ്റൈനിലെ പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 150-ലേറെ ആളുകൾ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ജോർജ്, സാമൂഹിക പ്രവർത്തകരായ നിസാർ കൊല്ലം, മണിക്കുട്ടൻ, തണൽ മജീദ്, റഷീദ് മാഹി, അൻവർ നിലമ്പൂർ, മൻഷിദ്, അബ്ദുൽ സലാം AP, OICC നേതാക്കൾ, KMCC നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാക്ട് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സൽമാനുൽ ഫാരിസ്, വനിതാ വിഭാഗം പ്രസിഡന്റ് സജിത സതീഷ്, പാക്ട് ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മൂർത്തി നൂറണി നന്ദി പ്രകാശിപ്പിച്ചു. SKSSF ബഹ്റൈൻ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച മദീന പാഷൻ ശ്രദ്ധേയമായി. 2 സെഷനുകളിലായി നടന്ന മദീന പാഷന്റെ ആദ്യ സെഷനിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 180-ൽ പരം വരുന്ന അംഗങ്ങൾ പങ്കെടുത്തു. SKSSF ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ചോലക്കോട് അധ്യക്ഷത വഹിച്ച സെഷനിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പുക്കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മുഖ്യാതിഥി SKSSF സ്റ്റേറ്റ് ഇസ്തിഖാമ കൺവീനർ മുജ്തബ ഫൈസി ആനക്കര, മദ്ഫൂർ നസൂൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പ്രവാചകരുടെ ഹൃദയകാരിയായ ജീവചരിത്രം മുഖ്യാതിഥി സദസ്സിന് വിവരിച്ചു നൽകി. മദീന പാഷൻ അമീർ അഷ്റഫ് അൻവർ പരിപാടി നിയന്ത്രിച്ചു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ വെബിനാർ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സൂം ആപ്ലിക്കേഷൻ വഴിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെബിനാർ IYCC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് അനസ് റഹീമിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ രാജ്യവും കോൺഗ്രസും എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും IYCC വെബിനാറിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യ അഭിപ്രായപ്പെട്ടു.
വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുഹറക്കിൽ ആഹ്ലാദ സംഗമം സംഘടിപ്പിച്ചു. KMCC മുഹറക്ക് ഏരിയയും IYCC മുഹറക്ക് ഏരിയ കമ്മിറ്റികളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുഹറക്ക് KMCC ഓഫീസിൽ നടന്ന പരിപാടിക്ക് KMCC ഏരിയ പ്രസിഡന്റ് യൂസുഫ് KT അധ്യക്ഷത വഹിച്ചു. UPയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൽ നിന്ന് കാറ് നദിയിലേക്ക് പതിച്ച 3 യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഗൂഗിൾ മാപ്പിനെതിരെ അന്വേഷണം. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് യുവാക്കൾ യാത്ര ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. ഗൂഗിൾ മാപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്തതായും വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ രംഗാംഗ നദിയിലേക്കാണ് കാറ് മറിഞ്ഞത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. വരദ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അപകടമുണ്ടായത്. അഗാധമായ ദുഃഖം കുടുംബങ്ങളെ അറിയിക്കുന്നുവെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഗൂഗിൾ വക്താവ് പ്രതികരിച്ചു. ആന എഴുന്നള്ളിപ്പിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. അനിവാര്യമായ ആചാരമല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് തുടരാനാവില്ല. ഒരു കാര്യം ഏറെ കാലമായി സംഭവിക്കുന്നത് കൊണ്ട് മാത്രം അനിവാര്യമായ മതാചാരമാകില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എഴുന്നള്ളിപ്പിന് ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലം കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ചാണ് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകും. ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതല നൽകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹർജിക്കാരൻ കേരള സംസ്ഥാന പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ADMന്റെ ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം BP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.